സച്ചിൻ കുടിച്ചത് ബൂസ്റ്റ് ആയിരുന്നു. സച്ചിൻ ക്രിക്കറ്റ് കളിക്കാരനല്ലേ മാമ? മോളെ അച്ഛൻ പല്ലി വെച്ചില്ല, ആ ബ്രഷും പേസ്റ്റും കൊടുത്തോട്ട് വാ. ചെല്ലേ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാം. ഞാൻ തിരക്കില്ലല്ലോ, പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയടാ. ഞാൻ കിട്ടിയത് നിങ്ങളെയാണോ? നിക്കറിട്ടുള്ളത് നിങ്ങളുടെ തന്നെയാണോ? എന്റെ അച്ഛൻ നിക്കറിട്ടാണോ നിന്റെ കുഴപ്പം? അയാള് നിക്കറിടിയോ തുണിയിലാണ് നടക്കുക, അതെന്റെ പ്രശ്നമേ അല്ല. അയ്യോ പയ്യെ പറ, കേട്ട നാളെ അങ്ങനെ നടക്കും. ഒറ്റ മൈൻഡാ. ഞാൻ അയാൾക്ക് പ്രശ്നം എടുത്തു കൊടുത്താലേ പല്ലിയാക്കാൻ പറ്റത്തോളോ? അങ്ങനെ പറഞ്ഞോ? ആ എന്നാ എടുത്തു തുണി. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. വിശ്വം നിന്റെ കാലുകളിൽ പൂത്തിരിക്കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നഷ്ടം, എന്റെ മോളെ ഞാൻ ഇവിടെ കെട്ടിച്ചു തന്നത് ഖേദിക്കുന്നുണ്ട്. പല്ലി വെച്ചില്ല മോളെ. അച്ഛന്റെ ബ്രഷ്, നിന്റെ അച്ഛനൊരു സ്കോച്ച്. താൻ എന്തുകൊണ്ട് എന്റെ മോളെ ജോലിക്ക് വിടുന്നില്ല? എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും ജോലിക്ക് പോയി ചാരിത്രമില്ല, ആണുങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തുവായിരുന്നു പണി? ഉണ്ടാക്കിയിട്ടു അല്ല, സ്വത്തുക്കള്. കാരണവന്മാര് ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടു. അത് തിന്ന് മുടിപ്പിക്കാനാണ് എന്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞത്. അച്ഛാ, ഓ അകത്തോട്ടിരിക്കാം. അച്ഛനുണ്ടോ? വിശ്വം, തനിക്ക് തന്ത ഉണ്ടോന്ന്? അച്ഛൻ ചോറുണ്ടോന്ന്? എന്റെ മോളെ ചോറ് വെക്കാനും വീട്ടു ജോലി ചെയ്യിക്കാനും തടവിൽ പാർപ്പിച്ചുള്ളോ? വല്ല തടങ്കലിൽ പാർപ്പിച്ചില്ലേ? വിശ്വം, വിശ്വം നിൻ കാലുകളിൽ എന്റെ കളിയാക്കട്ട് പോലെ. സോറി അച്ഛാ, സോറി അച്ഛാ. അച്ഛാ, ഐ വാണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്. ഓക്കെ, എന്റെ മോക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് എത്ര കൂടി വേണം മോളെ? അച്ഛാ, അച്ഛൻ എനിക്ക് ജോലിക്ക് പോണോന്ന്. ഇവളെ ജോലിക്ക് വിടാത്തല്ല, ജോലിക്ക് വിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്നാ നീ അങ്ങ് പോവാൻ. എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അതെ, എനിക്ക് നടുവേദന ഉണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ മോക്ക് വേണ്ടിയിട്ടാണ്. വിശ്വം, എന്താണോ? തനിക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട്, അതാണ് ഈ നടുവേദന. താനൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു നോക്ക്. മോളെ കാശി. അണ്ണാ, മംഗലപുരം പോണ്ട ലോഡ് ഉടുപ്പിയിൽ വെച്ച് പോലീസ് നോക്കി. എനിക്കെന്തോ നരി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോന്ന് സംശയം. നെറ്റ്ഫ്ലിക്സ് ഒറ്റ ഈ കൂട്ടത്തിൽ നേതാവിനെ പറ്റിയെന്ന് എനിക്കറിയണം. എനിക്കും. അങ്ങോട്ട് മാറിയില്ലോ അണ്ണാ, നീ ഈ കൂട്ടത്തിലുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ അണ്ണനെ എനിക്ക് സംശയിച്ചൂടാ. അണ്ണൻ ഈ കൂട്ടത്തിലുള്ളതല്ലേ? ഞാൻ കാശ് മുടക്കിയ ചെറുക്ക് ഞാൻ എന്തിനാ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നത്? ഇങ്ങോട്ട് മാറിയില്ലടാ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശരിക്കും പറ്റും. ഇത്ര രാവിലെ കക്കൂസിൽ പോയില്ലേ? പോയി. ഇന്നലെ രാത്രി നീ അവിടെ ആയിരുന്നു. ഹുംബായിക്കുളത്ത്. നീ ആയിട്ട് സംസാരിച്ചപ്പോ ഞാനാണ് ഒറ്റയെന്നൊരു ഫീല്. മാറ്. വാവ് ഇന്നലെ എവിടെ ആയിരുന്നു? അണ്ണനെ സംശയോ? കുത്ത് കുത്ത് എന്നെ കുത്ത്. നിന്റെ ഓവർ ആക്ടിങ് കണ്ടറിയാൻ നീയാണ്. പറ, ചരക്കെന്തിനാ പറ്റി? അണ്ണൻ എന്നാ നളിനി ചേച്ചിയുടെ ലോഡ്ജിൽ പോയില്ലേ? ആ കാര്യമാണ് എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞ ഞാനാ. ആ ചരക്കിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ചരക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ അറിഞ്ഞൂടാ, അതല്ലേ അണ്ണോണെന്ന് സേവ് ചെയ്തേക്കുന്നത്. ബിസ്ക്കറ്റ് കൊല്ലട്ടോ അണ്ണ. അവന്റെ ആരോ റൂട്ടിൽ പുറത്തു വരണം. ഒരുത്തിയിരിക്കും. അപ്പൊ ഗുഡ് ഡേ. 1 തൊട്ട് 50 വരെ എണ്ണാൻ പോവാ. അതിനുള്ളിൽ വിളിച്ചോണം. പിന്നെ കാണാണോ അറിഞ്ഞിട്ട് കാര്യമില്ല, കേട്ടല്ലേ? 40, 41, 47, 40 വിളിച്ചാലും വിളിച്ചാലും സാറേ എനിക്കൊരു വിളിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. ഞാൻ നിനക്ക് പണ്ട് മുട്ടായൊക്കെ പിടിച്ചത്. ആ ഉണ്ണികൃഷ്ണൻ സാറ്റേ ഞാൻ എണ്ണൂല. വിളിച്ചില്ലായിരുന്നു. ഒന്നും വേണ്ടാവോ? അവനവിടെ ഇരിപ്പുണ്ട്. അവിടെ അവന്റെ അച്ഛൻ അങ്ങോട്ട് പിടിക്കും. ഇതെന്താ 2 പേശനോ? സാറ്റിടല്ലേ? മനോടെ മനു എന്ത്? മനുവേ, നീ അവിടെ വിളിച്ചേ? മനു നീ എവിടെ?